ബ്രെയിൻ ഇമ്പയർമെൻ്റ് ആട്ടോ പറയുന്നത്. ബ്രെയിൻ ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ബ്രെയിനിൽ ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ ലൈക്ക് തിങ്കിങ്, ലേണിങ്, റിമെമ്പറിങ്, അതുപോലെ ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിങ്, അങ്ങനത്തെ എബിലിറ്റിയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു എന്താ പറയുക ഡാമേജ് വരാം. ഇതിന് നമ്മൾ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്നും നമ്മൾ ടേം ചെയ്യുന്നുണ്ട്. ഇതിൽ സബ്സെക്ഷൻസ് ആയിട്ട് വരുന്നതാണ് ഡെലീരിയ, മേജർ കോഗ്നിറ്റീവ് ഡിസോർഡർ, മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ, മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ. ഈ മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഓരോ ഏരിയാസ് ഉണ്ടല്ലോ, ആ ഡൊമൈനിൽ ഒരു മോഡസ്റ്റ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കുന്നതാണ് നമ്മൾ മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന് ലൈക്ക് അങ്ങനെ തോന്നിയിട്ട് ഇൻഡിവിജ്വലിൻ്റെ കൺസേൺ കൊണ്ടോ, അല്ലെങ്കിൽ നോളജബിൾ ആയിട്ടുള്ള ഇൻഫോർമൻ്റെ കൺസേൺ, അല്ലെങ്കിൽ ഒരു ക്ലിനിഷ്യൻ ഇതിന് എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. പിന്നെയെന്ന് പറയുന്നത്, ഇതിലെന്തെങ്കിലും നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് വഴി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൺഫേം ചെയ്യണം ന്യൂറോ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണെന്ന്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു മോഡസ്റ്റ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണെന്ന് പറഞ്ഞല്ലോ. സോ ഇത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ ലൈക്ക് ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ഒരു മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണെങ്കിൽ. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഡെലീരിയത്തിൻ്റെ കൂടെ ആവരുത്, അല്ലെങ്കിൽ ഡെലീരിയം ത്തിൻ്റെ കോണ്ടെക്സ്റ്റിലായിരിക്കരുത് എന്നുണ്ട്. പിന്നെ ഡെലീരിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു കോമ സ്റ്റേജ് എന്നൊക്കെ പറയില്ല, കോമ സ്റ്റേജിലോട്ട് എത്തുകയും ചെയ്യില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഈ ഡെലീരിയത്തിൽ വരുന്നത്. സോ അങ്ങനത്തെ ഒരു ഡെലീരിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ഡാമേജ് ഇഷ്യൂസാണ്. സോ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുകയും ചെയ്യും, അതായത് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെലീരിയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ ഡെഫിസിറ്റ്സ് അതുകൊണ്ടാവരുത്, ഡെലീരിയം കൊണ്ടാവരുത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് വെച്ചിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സാണ് മൈൽഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചില ഫങ്ഷനിങ് ഏരിയാസിലൊക്കെ എന്ത് ചെയ്യും, അതിന് എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അത് മോഡസ്റ്റ് ലെവലായിരിക്കും. മേജർ ന്യൂറോ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇത് കോഗ്നിറ്റീവ് ഡിക്ലൈൻ കാണിക്കും, പക്ഷേ ഒരു സബ്സ്റ്റാൻഷ്യൽ നല്ല രീതിക്ക് തന്നെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിക്ലൈൻ അത് കാണിക്കും. അത് ലൈക്ക് മോർ ദാൻ അല്ലെങ്കിൽ 1 or more than ഡൊമൈൻസിൽ അത് കാണിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലിൻ്റെ കൺസേൺ, അല്ലെങ്കിൽ ഒരു നോളജബിൾ ആയിട്ടുള്ള ഇൻഫോർമൻ്റ്, അല്ലെങ്കിൽ ക്ലിനിഷ്യൻസിൻ്റെ ലൈക്ക് ഇതിൽ തന്നെ നമ്മളത് ഇത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഡിക്ലൈൻ ഉണ്ടെന്ന് കൺഫേം ചെയ്യണം. പിന്നെ നമ്മളൊരു ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ഇതിൽ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ 2 or more സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് 3rd പെർസെൻറ്റൈലിന് താഴെ വരണം, എങ്കിലാണ് നമുക്ക് ക്ലിനിഷ്യൻ്റെ ഇവാലുവേഷൻ 3rd പെർസെൻറ്റൈലിന് താഴെ വന്നാലും നമുക്ക് മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലിവിങ്ങിന് ഇത് നല്ല രീതിക്ക് ഇൻ്റർഫിയർ ചെയ്യും, മറ്റത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു അസിസ്റ്റൻസ് റിക്വയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അത്രയും നീഡഡ്, അല്ലെങ്കിൽ അത്രയും ഒരു അസിസ്റ്റൻസ് വേണ്ടി വരുമായിരിക്കും. കാരണം അത്രയും നമ്മുടെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആയിരിക്കും ഇവിടെ, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്കായിരിക്കും ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഡെലീരിയം കൊണ്ടാവരുത്. പിന്നെ പറയുന്നത് ഇതിൽ മറ്റ് കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് കൊണ്ടാവരുത് ഈ ഒരു ഇത് വരുന്നത്, മെൻ്റൽ ഡിസോർഡേഴ്സ് കൊണ്ടാവരുത് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരുന്നത്. പിന്നെ ലൈക്ക് ഇത് ഇമ്പയർമെൻറ്റ്, എന്തൊക്കെ ഇമ്പയർമെൻ്റ് ആണ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മെമ്മറി ഇമ്പയർമെൻറ്റ് സംഭവിക്കാം, ഓറിയൻറ്റേഷനിൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കാം, ലേണിങ്ങിൽ, കോംപ്രഹെൻഷനിൽ, ജഡ്ജ്മെൻറ്റിൽ, പിന്നെ ഇമോഷണൽ കൺട്രോളിൽ, പിന്നെ അപ്പതി, ഇമോഷണൽ ബ്ലണ്ടിങ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ നമുക്കൊരു ബിഹേവിയർ ഇനീഷ്യേഷനിൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസീവ് ചെയ്യുന്നതിൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കാം. അതുപോലെ വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റിയിൽ ഒക്കെ നമുക്ക് ഇതിൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കാം. ഇന്ന് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ജനറേറ്റീവ് ഡിസീസസ് ആയിട്ടുള്ള
അതിന് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മെമ്മറി ലോസ്, കൺഫ്യൂഷൻ, ആൻസൈറ്റി ഒക്കെയാണ്. ഇനി അതല്ലാണ്ടെന്ന് പറയുമ്പോൾ ഹെഡേക്സ് വരും. അത് എന്താ പറയുക, ഇന്നേബിലിറ്റി ടു ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള മെമ്മറി ലോസ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഓരോ റുട്ടീൻ ടാസ്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, പിന്നെ നമ്മുടെ വാക്കിങ്ങിൽ ബാലൻസിങ്ങിലൊക്കെ ഡിഫിക്കൽട്ടീസ് വരിക, പിന്നെ നമ്മുടെ വിഷനിൽ ഒരു ചേഞ്ചസ് വരിക. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നതാണ്. കോസൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂറോ ഡ്യൂജനറേറ്റീവ് ഡിസീസസ് ആയിട്ടുള്ള അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺ ഡിസീസ്, ഹണ്ടിങ്ടൺ ഡിസീസ്, ഡിമെൻഷ്യ, പ്രയോൺ ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇതൊക്കെ ഇതിൻ്റെ കോസസ് ആയിട്ട് വരുന്നുണ്ട്. അതല്ലാണ്ട് നോൺ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആയിട്ടുള്ള കൺകഷൻ, പിന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, ബ്ലഡ് ക്ലോട്ട്സ്, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, പിന്നെന്ന് പറയുമ്പോൾ നോൺ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആയിട്ടുള്ള സെപ്റ്റിക്കാസ്മിയ, അതായത് നമ്മുടെ ബ്രെയിനിൽ മറ്റേ ബ്ലഡ് സ്പ്രെഡ് ആവുന്നൊരു ഇതാണ്. പിന്നെ ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് നമുക്കിതിന് എന്താ പറയുക, നമുക്ക് മെമ്മറി ലോസും കാര്യങ്ങളൊക്കെ വരും. കൺകഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇതായിരിക്കും, എല്ലാത്തിനും ഒരു കൺഫ്യൂഷനായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഏരിയാസ്, എന്താ പറയുക, ഓരോ ഏരിയയിൽ വരുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫ്രണ്ടൽ ലോബിലാണ് ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഒരു പാസീവായിട്ടുള്ള ഒരു ഇതായിരിക്കും, നമുക്ക് തോട്ട്സും ഐഡിയാസൊക്കെ എന്തായിരിക്കും, ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ നമുക്ക് എന്താ ഇമ്പൾസീവ്നെസ്സും അതുപോലെ ഡിസ്ട്രാക്റ്റബിലിറ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ റൈറ്റ് പാരറ്റൽ ലോബിലാണ് ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്വൽ മോട്ടോർ കോർഡിനേഷനൊക്കെ നമുക്ക് ഇമ്പയർമെൻറ്റ് സംഭവിക്കും. ലെഫ്റ്റ് പാരറ്റൽ ലോബിലാണ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഫങ്ഷനിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങിനൊക്കെ ഇമ്പയർമെൻറ്റ് ഉണ്ടാവും. പിന്നെ ടെമ്പോറൽ ലോബിലാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജ് ഓഫ് മെമ്മറി സ്റ്റോറേജൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും, നമുക്ക് മെമ്മറി റിട്രീവലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എക്സ്റ്റെൻസീവ് ബൈലാറ്ററൽ ടെമ്പറൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇൻഫോർമേഷൻസ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും അതുപോലെ റിട്രീവലിനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. പിന്നെ ഓസിപ്പിറ്റൽ ഡാമേജ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഇതിനൊക്കെ ഡെഫിസിറ്റ്സും ഇമ്പയർമെൻറ്റൊക്കെ സംഭവിക്കും. ഇനി ചില ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് സൈക്കോപത്തോളജി ആയിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് ചില പത്തോളജി വരുന്ന സമയത്ത് നമുക്ക് ലൈക്ക് അവിടെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിക്ലൈൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കാം. അത് ഈ ബൈപ്പോളർ ഡിസോർഡറൊക്കെ ഉള്ള സമയത്ത് ഇൻലെസ് റെമിഷനിൽ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെന്ന് പറയുമ്പം ഇത് സൈക്കോപത്തോളജിക്കൽ സിംറ്റംസ് ലൈക്ക് എപ്പോഴും പ്രഡിക്റ്റബിൾ അല്ല, പക്ഷേ ചിലപ്പോൾ ലൈക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ ബൈപ്പോളറിൻ്റെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അറ്റൻഷനിൽ, വർക്കിംഗ് മെമ്മറിയിൽ, പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ ഡെഫിസിറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉള്ളവർക്ക് ലൈക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സൈക്കോട്ടിക് സിംറ്റംസ്, പേഴ്സണാലിറ്റി ചേഞ്ച്, ഇതിനൊക്കെ ലൈക്ക് ബ്രെയിൻ ഇഞ്ചുറി ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വേഴ്സ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഏജ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ ഒരു ന്യൂറോ കോഗ്നിറ്റീവ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഏജിൻ്റെ, പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ സോഷ്യൽ സപ്പോർട്ട്, പിന്നെ പ്രീമോർബിഡ് ആയിട്ടുള്ള ഫങ്ഷനിങ്, നമ്മുടെ കോപ്പിംഗ് സ്കില്ല്, അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡറും മെൻ്റൽ ഇൽനെസ്സും അതുകൊണ്ട് ഓവർലാപ്പ് ചെയ്ത് പോകുന്നൊരു സംഭവമാണെന്നാണ് പറയുന്നത്. പിന്നെ ബ്രെയിൻ ഇമ്പയർമെൻറ്റ് സൈക്കോളജിക്കൽ സിംറ്റംസ് കൊണ്ടും എന്ത് ചെയ്യാം, ലൈക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഡിഫ്യൂസ് ആൻഡ് ലോക്കൽ ലീഷൻസ് വഴി, ഡിഫ്യൂസ് ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഒരുവിധം ലൈക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഡാമേജ് കോസ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂസ് ലീഷൻ എന്ന് പറയുന്നത്.
ലൈക്ക് ഓക്സിജൻ ഡിപ്രിവേഷൻ, ഇഞ്ചക്ഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ ഇഞ്ചക്ഷൻ, ഇതൊക്കെ നമ്മുടെ ബ്രെയിന് വൈഡ് സ്പ്രെഡ് ഡാമേജാണ് ഉണ്ടാക്കുന്നത്. ഫോക്കൽ ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ഡാമേജ് സംഭവിക്കുന്നതിനാണ്. അതിൽ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, പിന്നെ സ്ട്രോക്ക് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സ്പെസിഫിക് ഏരിയ പാർട്ട് ഓഫ് ബ്രെയിനാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഇങ്ങനെ ബ്രെയിൻ ഡാമേജിന് എന്തൊക്കെ കോസ് ചെയ്യും എന്നുള്ളത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർലൈങ് കോസ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കാം. ഡോൺപെസിൽ, ഗാലൻറ്റമൈൻ, മെമെൻറ്റമൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. പിന്നെ ജീൻ തെറാപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അത് ബ്രെയിൻ ഡാമേജിൽ ഇത്രയാണ് വരുന്നത്.